ഈ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട് വരെ പോയിട്ട് പോയിട്ട് നമ്മൾ വേറെ ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു നല്ലൊരു സ്ഥലം കണ്ടുകൊണ്ട് നമ്മളിവിടെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഹൈവേയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്, അത് കാണിച്ചു തരാം കേട്ടോ. അതായത് ഹൈവേ, അതോടൊപ്പം തന്നെ ഇവിടെ കണ്ടില്ലേ ബൊഗെയിൻവില്ലയും ഒക്കെ പൂത്ത് നിൽക്കുന്ന ഒരു സ്ഥലം. അതോടൊപ്പം തന്നെ ട്രെൻഡിങ് ആയിട്ട് ഉള്ള, ഇതിൻ്റെ ഇടയ്ക്ക് ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിരുന്നു, കണ്ടില്ലേ? ഇതൊക്കെ നമുക്ക് ഇവിടെയാണ് കേട്ടോ കാണാനായിട്ട് പറ്റും. കാണുന്നവരോട് ഫോട്ടോ എടുക്കുക. ഞാൻ കുറച്ച് റീൽ ഇവിടെ നിന്ന് എടുത്തായിരുന്നു. അപ്പം നമ്മളൊരു ഫ്രണ്ട് ഇനിയിപ്പം വരും, അപ്പോൾ അവന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കാറിൽ കയറി നമ്മൾ വേറൊരു സ്ഥലത്ത് വെയിറ്റ് ആയിരിക്കും, ഒരു സ്ഥലം വരെ പോകണത് ഈ വീഡിയോയിൽ കാണാം കേട്ടോ. സംഭവം ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടിപൊളി പെയിൻറ്റിങ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. സംഭവം കണ്ടില്ലേ, പ്രകൃതിയും മനുഷ്യനും ഒത്തുചേർന്നപ്പോൾ കണ്ടില്ലേ, കണ്ടില്ലേ വരച്ച ആളാണെന്ന് തോന്നുന്നു അവിടെ എഴുതിയിട്ടുള്ളത്. കൊള്ളാം. പിന്നെ അവിടെ നിന്ന് പൂവും ഒന്നും പറിക്കില്ലെന്നും പറഞ്ഞ് എഴുതിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ബൊഗെയിൻവില്ല കണ്ടില്ലേ. ഇത് നമുക്ക് ഹെർബേറി ഉണ്ടാക്കാൻ വേണമായിരുന്നു, പക്ഷേ നമ്മൾ കോളേജിൽ നിന്ന് അവിടെ നിന്ന് ഇതേപോലത്തെ ഒരു ചെടി തൂക്കി. അതുകൊണ്ട് ഇവിടെ നമ്മൾ പൂ പറിക്കുന്നില്ല. പിന്നെ ഹൈവേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫ്രണ്ടിൽ പേരറിഞ്ഞിടാത്ത ഏതോ ചെടി. പിന്നെ ഇവിടെയും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇപ്പം ആളില്ല, നമ്മൾ വന്നപ്പം കുറച്ച് പേര് അതിൻ്റെ അത് ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പം നമ്മളുള്ള പേര് മാത്രമാണ് ഇതിൻ്റെ പേര്. ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അക്ഷയ് ഓൺ ദ വേ ആണ്. വാടാ പോവാം, വൈകിന് വ്ലോഗ് എടുത്തോണ്ടിരുന്നപ്പം തന്നെ അല്ല ക്ലോസ് ആണ്. ബാക്കിലിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഓ എവിടെ നല്ല സീറ്റ് ബെൽറ്റ് ഗൈസ്, നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ വീട് വരെ പോയില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഇതാ അകത്തുനിന്ന് ഫ്രൂട്ട്സ് ഒക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ ഗൈസ്, ഒരു നിമിഷം പോലും അവർക്ക് വേർപിരിയാൻ പറ്റില്ല. കണ്ട അതെ അതെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ച് ഇനി ഗൂഗിൾ മാപ്പ് ഇടുക പോവുക. ഗൈസ്, ഗൂഗിൾ മാപ്പ് ഇട്ട് നമ്മൾ പോകേണ്ട ഡെസ്റ്റിനേഷനിൽ നോക്കിയാണ്. ഇപ്പം ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ഇനി നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോവാം ഗൈസ്. കണ്ടില്ലേ, ഡ്രൈവർ അക്ഷയ് ആണ് നമ്മുടെ ഡ്രൈവർ. ഇതെല്ലാം കൂടെ നമ്മൾ നടന്ന് നമ്മൾ ഈ ഒരു CSI പള്ളിയിലൂടെ, കുരുമ്പൽ CSI പള്ളിയിലൂടെ തന്നെ നമ്മുടെ അക്ഷയ് കാറും കൊണ്ട് വന്നേക്കാണ്. ഡിമ്മൊന്നും അവനറിഞ്ഞു. ഇനി നമ്മൾ അങ്ങോട്ട് പോകണം. വണ്ടി എടുത്തോണ്ട് പോടേ. ഓക്കെ, സെറ്റാണല്ലോ അവന്, സെറ്റാണല്ലോ. അവളമാരെ കൊണ്ടുപോയപ്പോ വണ്ടി ഓഫായി. പിന്നെ എന്തോ ചരിവായതിന്റെ രക്ഷ എല്ലാം ഉണ്ട്, എല്ലാം അതേപോലെ ഉണ്ട്. പെട്രോൾ ലാഭിക്കാൻ ഇനി നമ്മൾ പോകുന്നത് പോവാ. അക്ഷയയിലെ ചിലവാണ് അവിടെ. അക്ഷയയിലെ ഫുള്ള് ചിലവ് അവിടെ. എത്ര പേരുണ്ട്? ഈ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുതിര നമുക്കിവിടെ കാണാൻ പറ്റും. വെള്ള കളർ, പക്ഷേ ഫുള്ള് അലങ്കോലമായിട്ടിരിക്കും. ഗൈസ്, നമ്മൾ അവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇങ്ങോട്ട് ഇതില്ല, അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ അങ്ങോട്ട് ഇപ്പം അലൗഡല്ല. അതുകൊണ്ട് നമ്മളിനി അങ്ങോട്ട് നമ്മൾ നേരത്തെ വന്ന വഴിക്ക് വന്നിട്ടുള്ള പ്ലാനിലാണ്. പിന്നെ ഇവിടെ അടിപൊളി സ്പോട്ട് ഒക്കെ ഉണ്ട്, വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കെട്ടിടം കിടവസ്ഥയിലാണ്, അതുകൊണ്ട് അവിടെ നിന്ന് ഫോട്ടോയൊന്നും നേരെ എടുക്കാൻ പറ്റില്ല. എന്നാലും നല്ല നല്ല കിടം ബിൽഡിംഗ് ആണ് കേട്ടോ. ഫുള്ള് പൊട്ടിയും പൊളിഞ്ഞൊക്കെ ഇരിക്കുകയാണ് സംഭവം. ഫോട്ടോ എടുപ്പ് ഫുള്ള് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ
പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. അവിടെയും അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും. കൊള്ളാം കേട്ടോ. അതിൻ്റെ ഇതെല്ലാം അടിപൊളിയാണ്. ഇതവിടെ പിന്നെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗൈസ് അങ്ങനെ നമ്മളിതവിടെ ബീച്ചിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി അക്ഷി അങ്ങോട്ട് പോയിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ദൂരെ ചരക്ക് കപ്പലൊക്കെ കാണാൻ പറ്റും. നാട്ടുകാരെല്ലാവരും കൂടെ നോക്കുകയും ചെയ്യണം, എന്തൊക്കെ പറയുകയും ചെയ്യണം. നോക്ക് ഗൈസ്, പരുന്ത് 1 2 3. പിന്നെ അങ്ങ് ദൂരെ ഒരു ചരക്ക് കപ്പൽ കാണാൻ പറ്റും. കണ്ടില്ലേ? വീഡിയോയിൽ കാണാൻ പറ്റൂലെന്നാണ് തോന്നുന്നത്, പക്ഷേ ഇവിടുന്ന് എനിക്കൊരു വിധം കാണാൻ പറ്റും. പിന്നെ കണ്ടില്ലേ ഗീസ്, ഫുള്ള് പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞിട്ട് നമ്മൾ അക്ഷയ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ദൂരിക്കും. ജെറിൻ അവിടെയുണ്ട്. ഫുള്ള് പ്ലാസ്റ്റിക്കും വേസ്റ്റ്. അടിപൊളി ഒരു തിര കാരണം. അയ്യോ നിങ്ങൾക്ക് ഇപ്പം കാണാം ചരക്ക് കപ്പൽ. ഇവിടെ ചരക്ക് കപ്പലുണ്ട് കേട്ടോ, ചെറുതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. സാധാരണ ഒരു തര ചെറിൻ ബിജു നോക്കടാ. എനിക്കിവിടെ മെയിനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ റീലെടുക്കാനാണ്. കടലിൽ അങ്ങോട്ടൊന്നും നമ്മൾ ഇറങ്ങുന്നില്ല, ചെറുതായിട്ട് റീലെടുക്കുക, പോവുക, മാത്രമേ. ജെറിന് ആർക്കും വേണ്ട, വെള്ളത്തിന് വരും വേണ്ടെന്ന്. പിന്നെ ഫിഷിംഗ് ബോട്ടും ഇവിടെ കൂടെ പോകുന്നുണ്ട്, കണ്ടില്ലേ ഗൈസ്? ഗൈസ് അങ്ങനെ കുറച്ച് വിഷ്വൽസ് ഞാൻ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സാഡ് വീഡിയോ ഒക്കെ ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിപ്പായിരുന്നു എടുത്തേ. കണ്ടില്ലേ? ഇവിടെ വെച്ചിരുന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. പിന്നെ അതവിടെ കണ്ടില്ലേ, അവനും എന്താ റീലാക്കി എടുത്തോണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി തിരയൊക്കെ ഇവിടെ വരണുണ്ട്. ഇനി എങ്ങനെ അറിഞ്ഞൂടെ, വീട്ടിൽ പോയിട്ട് ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എന്താവോ എന്തോ. ഒരു സാഡ് വീഡിയോ ഒക്കെ ഇട്ട് അങ്ങ് ഇറങ്ങി കൊടുക്കാം. ഏത് ഈ ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയ മഴ പൊടിഞ്ഞു വരുന്ന രീതിയിൽ ചെറിയ തുള്ളിയായിട്ട് പെയ്യുന്നുണ്ട്. പിന്നെ കാല് ഫുള്ള് നനഞ്ഞ്, എൻ്റെ ഇടുപ്പ് വരെ നനഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്താ മഴയിൽ തുള്ളി ഇപ്പോൾ കൂടി വരണം. ഇനി നമുക്കിവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ടാണ് നേരെ വീട്ടിൽ പോകണം. അതാണ് കണ്ടില്ല ഗൈസ്, ഫുള്ള് നനഞ്ഞ്, കണ്ടില്ല ഇവിടെ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടി കയറി പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ഫുള്ള് ആയിട്ടുണ്ട്, ഫുള്ള് പോണില്ല, കണ്ടില്ലേ? ഇനി ബസ് കയറി പോകണ്ടേ. കൊണ്ട് കയറാ തൊറ പറഞ്ഞ വേറെ അപ്പീലില്ല. ഇത് കാണുന്നുണ്ടോ എന്നെ? സർവേ ഒക്കെ എടുക്കുന്നുണ്ട്. ഇനി നേരെ നമ്മൾ പൂവാർ ബസ് സ്റ്റാൻഡ്. അങ്ങനെ അക്ഷയ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. നമ്മളിതാ പൂവാർ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിക്കാനാട്ടോ. ഇനി ബസ് കയറി വീട്ടിൽ പോയിട്ട്